ചാലക്കുടിയിൽ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി ബഹറുൽ ഇസ്ലാമിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന് നടക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. വകുപ്പ് തല റിപ്പോർട്ട് DMOക്ക് കൈമാറി. ആരോപണ വിധേയനായ നഴ്സിനെ ജോലിയിൽ നിന്നും മാറ്റി. ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുല്ലശ്ശേരി കനാൽ ബണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയരുന്നു. 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കനാൽ ബണ്ട് റോഡിൽ നവീകരണം പൂർത്തിയാക്കിയാൽ കോൾ മേഖലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കർഷകർ. വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി. കിടപ്പ് രോഗിയായ യുവാവിന് അളഗപ്പനഗർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസം സ്വദേശി ബഹറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലറ്റിങ്കര സ്വദേശി ഉള്ളിശ്ശേരി വീട്ടിൽ 68 വയസ്സുള്ള സെയ്ദിനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇയാൾ കൊലപ്പെടുത്തിയത്. ഇരുവരും മുൻ പരിചയക്കാരും സ്ഥിരം മദ്യപാനികളുമായിരുന്നു. ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം കഞ്ചാവ് വിൽപ്പനയിലും ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങിക്കുന്നതിന് ബഹറുലിൽ നിന്നും 5000 രൂപ സെയ്ദ് കൈപ്പറ്റിയിരുന്നു. പണം തിരികെ ചോദിച്ചെങ്കിലും ഇയാൾ കൊടുത്തില്ല. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് സെയ്ദിനെ അതിഥി തൊഴിലാളിയായ ബഹറുൽ മാരകമായി ആക്രമിച്ചത്. താഴെ വീണ സെയ്ദിന്റെ മുഖത്ത് കല്ലുകൊണ്ടിടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. പിന്നീട് ഇയാൾ സ്ഥലം വിട്ടു. ചെവിക്ക് പരിക്കേറ്റ ബഹറുൽ പിന്നീട് ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ചയാണ് സെയ്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിർമ്മാണ തൊഴിലാളിയായ ബഹറുൽ ഇരിങ്ങാലക്കുടയിലാണ് താമസം. ഇവിടെ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. അവിവാഹിതനായ ഇയാൾ 10 വർഷമായി കേരളത്തിലുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി TS സിനോജ്, SHO KS സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. SIമാരായ M അഫ്സൽ, NS റെജിമോൻ, KJ ജോൺസൺ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, CA ജോബ്, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ഷിജോ തോമസ്, CB റനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ നൽകിയതിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാലിന് തളർച്ച ബാധിച്ചെന്ന പരാതിയിൽ വകുപ്പ് തല റിപ്പോർട്ട് DMOക്ക് കൈമാറിയതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ആരോപണ വിധേയനായ മെയിൽ നഴ്സിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതായും സൂപ്രണ്ട് പറഞ്ഞു. കഴിഞ്ഞ 1-ാം തീയതിയാണ് തലവേദനയും ഛർദിയുമായി പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിൽ അലി കുട്ടിയുടെ മകൻ മുഹമ്മദ് ഗസാലിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഡ്യൂട്ടി ഡോക്ടർ വേദനയ്ക്കും ഛർദിക്കും ഇഞ്ചക്ഷൻ എഴുതി നൽകുകയും ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് കുട്ടിക്ക് കൈകളിൽ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. അരയിൽ ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിച്ചതോടെ കുട്ടി വിസമ്മതിക്കുകയും നഴ്സ് അശ്രദ്ധമായി ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതി. മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് കുട്ടിയുടെ കാലിന് ക്ഷതം സംഭവിച്ചതായി കണ്ടെത്തിയത്. മരുന്ന് മാറിയതോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതോ ആകാം കാലിന് തളർച്ച അനുഭവപ്പെട്ടതെന്ന് ഡോക്ടർ അറിയിച്ചതോടെ രക്ഷിതാക്കൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർക്കെതിരെയും നഴ്സിനെതിരെയും പരാതി നൽകുകയായിരുന്നു. പരാതിയെ തുടർന്ന് സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്കെതിരെയും നഴ്സിനെതിരെയും ചാവക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വൈഫ് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞെങ്കിലും അവൻ്റെ തലവേദന ഉണ്ട്, ഇവിടെ വന്നപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ഛർദ്ദിക്കും തലവേദനക്കും ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്തു. എന്നിട്ട് മെയിൽ നഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മെയിൽ നഴ്സാണെങ്കിൽ ആദ്യം മറ്റേ ഛർദ്ദിക്കുള്ള ഇഞ്ചക്ഷൻ കയ്യിൽ ആദ്യം കുത്തിയപ്പോൾ അവിടെ ആകെ വീർത്ത് വന്നു. കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന് അശ്രദ്ധമായി ഇഞ്ചക്ഷൻ നൽകിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാദ് പറഞ്ഞു. വിവരമറിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ കാണുകയും രക്ഷിതാവിൽ നിന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. പുരുഷ നഴ്സ് വളരെ മോശമായി പെരുമാറിയെന്നാണ് രക്ഷിതാവ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ട നഴ്സിനും ഡോക്ടർക്കുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടതായി ചെയർപേഴ്സൺ പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് മതിയായ സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണന്റെ ചേലക്കര ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം.
പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ ഓഫീസിന്റെ 100 മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മാർച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം മന്ത്രി K. രാധാകൃഷ്ണൻ സന്നിധാനത്തേക്ക് പോയത് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകത്തിന്റെ ഭാഗമാണെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി ബാബുരാജ്, DCC സെക്രട്ടറി KV ദാസൻ, DCC ജനറൽ സെക്രട്ടറിമാരായ E. വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, P. സുലൈമാൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ശബരിമല ഭക്തരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായി മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് SI ആസാദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് TS മായാദാസ്, വറീദ് ചിറ്റിലപ്പള്ളി, ജയൻ മംഗലം, PS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി കനാൽ ബണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ കായലോര മേഖലയായ പാടൂർ ഇടിയഞ്ചിറയിൽ നിന്ന് തുടങ്ങി ഊരകം പതിയാർകുളങ്ങര അടാട്ട് വഴി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ കനാൽ ബണ്ട് റോഡ്. അധികൃതരുടെ ശ്രദ്ധയില്ലാതെയും അവഗണന മൂലം കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഈ റോഡിൽ നടന്നിട്ടില്ല. ഇടിയഞ്ചിറയിൽ നിന്ന് ബണ്ട് റോഡ് വഴി അടാട്ട് ഭാഗത്തെത്താൻ വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. വളവുകളില്ലാത്ത റോഡാണിത്. ഇടിയഞ്ചിറ മുതൽ പുല്ലൂർ പാലം വരെ നിലവിൽ ടാറിട്ട റോഡാണ്. പുല്ലൂർ മുതൽ അടാട്ട് വരെ 5 കിലോമീറ്റർ ദൂരം മാത്രം വീതി കൂട്ടി ടാറ് ചെയ്താൽ വലിയൊരു പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിക്കാം. മുല്ലശ്ശേരി, തോളൂർ, അടാട്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ കനാൽ ബണ്ട് റോഡിൽ നവീകരണം പൂർത്തിയാക്കിയാൽ നെൽകർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കോൾ മേഖലയുടെ മൊത്തം വികസനത്തിനും ആക്കം കൂട്ടുമെന്ന് പൊതുപ്രവർത്തകനായ സദാശിവൻ മധുക്കര പറഞ്ഞു. മുല്ലശ്ശേരി ഇടിയഞ്ചിറയിൽ നിന്നും അടാട്ട് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ റോഡ് അതിൽ തന്നെ 3 കിലോമീറ്റർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 5 കിലോമീറ്ററാണ് ഇനി ടാർ ചെയ്യാനുള്ളത്. ടാറിങ് ചെയ്ത് പൂർത്തീകരിച്ചാൽ തൃശ്ശൂരിലേക്ക് വളവില്ലാതെ അധികം സമയമെടുക്കാതെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാന ബണ്ട് റോഡാണിത്. ഗതാഗത കുരുക്കുകളില്ലാതെ പടിഞ്ഞാറൻ തീരമേഖലയിൽ നിന്നും ഇതുവഴി എളുപ്പത്തിൽ തൃശ്ശൂരിലെത്താം. നിലവിൽ ഈ ബണ്ട് റോഡിൽ 8 പാലങ്ങൾ ഉള്ളതിനാൽ പുതിയ പാലങ്ങളുടെ ആവശ്യമില്ല. ഫാം ടൂറിസം വികസനത്തിനും നിർണായക പങ്ക് വഹിക്കാൻ ഈ ബണ്ട് റോഡിന് കഴിയും. TCV ന്യൂസ്, പാവറട്ടി. വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി. 4-ാം വാർഡ് മുല്ലപ്പള്ളി തങ്കമ്മവും മകൻ പ്രസാദുമാണ് പ്രതിഷേധ സമരം നടത്തിയത്. കഴിഞ്ഞ വർഷക്കാലത്ത് ഇവരുടെ വീട് തകർന്നു വീണിരുന്നു. താൽക്കാലികമായി സാംസ്കാരിക നിലയത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രതിനിധികൾ സന്ദർശിച്ച് പ്രത്യേക പരിഗണന നൽകി ലൈഫ് മിഷൻ പദ്ധതികൾ ഉൾപ്പെടുത്തുകയും വീട് നിർമ്മിക്കുന്നതിന് ആദ്യ ഗഡുവായി 40,000 രൂപ നൽകുകയും ചെയ്തിരുന്നു. തറപ്പണി നടത്തിയതിനു ശേഷം ബാക്കി ഫണ്ടിനായി പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ സമീപിച്ചെങ്കിലും നൽകിയില്ലെന്നും ബാക്കി പണി പൂർത്തീകരിച്ചാലേ ഫണ്ട് നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് അധികൃതരെന്നും ഗുണഭോക്താക്കൾ പറയുന്നു. ഒന്നും ചെയ്തു തരുന്നില്ല. കുറേ ഞങ്ങളിങ്ങനെ നടക്കണം. വീട് വീണിട്ടിപ്പോൾ ഇത്രയും ദിവസമായി. എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല ഇല്ല എന്നുള്ളത് വാക്കണം പറയും. എനിക്കാണെങ്കിൽ വയ്യാത്ത ഒരാളാണ്. എനിക്കൊന്നിനും പറ്റുന്നില്ല. വയ്യാത്ത വയസ്സിൽ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വീട് പാസ്സായിട്ടില്ല എന്ന്. അപ്പം എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നമുക്കതിനൊരു എന്തെങ്കിലും നമ്മൾ ചെയ്ത് തന്നേ പറ്റുമോ? ഞങ്ങളിപ്പോൾ സംസ്കാര നിലയത്തിൽ താമസിക്കുക. കാരണം അവിടെ മീറ്റിംഗ് മറ്റേ ഗ്രാമസഭ ഇതൊന്നും നടക്കണില്ല. അവർ ഞങ്ങൾ താമസിക്കുന്നത് താഴത്താണ്. അവിടെയാണ് ഗ്രാമസഭ ഒക്കെ നടന്നിരുന്നത്. ഇപ്പം ഞങ്ങൾ കാരണം അവർ മുകളിലാണ് ഇപ്പോൾ ഇത് ഗ്രാമസഭ നടത്താറ്. അപ്പോൾ ഈ വയസ്സായ സ്ത്രീകൾക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളോട് എന്താ നിങ്ങൾ മാറണില്ല എന്ന് കുറേ സ്ത്രീകൾ പറയുന്നു. ഞങ്ങൾക്ക് മാറപ്പോൾ ഒരു നടപടിയില്ല. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ഇതൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ള രീതിയിൽ ഫണ്ടൊന്നും കിട്ടുന്നില്ല. ഫണ്ട് വന്നിട്ടില്ല. നിങ്ങളുടെ അവസ്ഥ എല്ലാതും ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഫണ്ട് വന്ന് നിങ്ങൾ തന്നെ അറിയിക്കാമെന്നാണ് പറയുന്നത്. കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന കുടുംബത്തിന് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും അധികൃതർ ഇവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നും BJP മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, ധനീഷ് വിജയൻ എന്നിവർ പറഞ്ഞു. 113 ആളുകൾക്ക് SC വിഭാഗത്തിൽപ്പെട്ട 113 ആളുകൾക്ക് പൈസ പാസ്സായിട്ട് ഇതുവരെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് പൂർണ്ണമായി പൈസ കൊടുക്കാനോ വീട് പണി പൂർത്തീകരിക്കാനോ പറ്റാത്ത സാഹചര്യം. പല ആളുകളും വാടകയ്ക്ക് മാസങ്ങളായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ട് വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്.
അത്തരം സാഹചര്യത്തിലാണ് മൊത്തം ഇവിടെ പഞ്ചായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് പറയും പൈസ ഇല്ല, പൈസ വന്നിട്ടില്ല, വന്നാൽ ഞങ്ങൾ കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെ ഓരോ ആളുകളെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട 113 ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇന്ന് ഈ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത് 100 കണക്കിന് ആളുകൾ ഇവിടെ വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തിൽ വന്നിരിക്കുക, ഇവിടെ ഇരുന്ന് നിങ്ങൾ പോകുന്നില്ല എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ 10-200 ആളുകൾക്ക് പൈസ പാസ്സായി എടുക്കുക, ഇതുവരെ കൊടുത്തിട്ടില്ല. നിലവിൽ താമസിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണുള്ളതെന്നും എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കിടപ്പ് രോഗിയായ യുവാവിന് അളഗപ്പനഗർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി ആരോപണം. അളഗപ്പനഗർ പാണ്ടാരി മോഹനന്റെയും ഷീലയുടെ മകൻ ശ്യാംകുമാറിന് അളഗപ്പനഗർ PHCയിലെ ഡോക്ടർ ഉമേഷ് ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു എന്നാണ് പരാതി. ജന്മന വൈകല്യമുള്ള ശ്യാംകുമാറിന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പരസഹായം ആവശ്യമുള്ള ആളാണ്. കരുവാപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിംഗ് ചെയ്തപ്പോൾ വിരലടയാളവും കൃഷ്ണമണിയുടെ അടയാളവും പതിഞ്ഞിരുന്നില്ല. അക്ഷയയിൽ നിന്നുള്ള സാക്ഷ്യപത്രമടക്കം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഉമേഷിനോട് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ലെന്ന് പഞ്ചായത്ത് അംഗം BK വിനീഷ് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, PS പ്രീജു, സജ്ജന ഷിബു, അശ്വതി പ്രവീൺ എന്നിവർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിഷേധിച്ചു. തളിക്കുളം പുളിയംതുരുത്തിലും വാടനപ്പള്ളി നടുവിൽക്കരയിലെ ബാറിന് പുറകിലുമായി 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ചക്കാണ്ടൻ വീട്ടിൽ മണികണ്ഠൻ, ചേന്നങ്ങാട്ട് വീട്ടിൽ വിശാഖ്, വട്ടുകുളം വീട്ടിൽ സത്യൻ എന്നിവർക്കാണ് കൈകാലുകളിലും മുഖത്തും തലയിലും തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ തെരുവുനായ പ്രദേശത്തെ ഏതാനും ആടുകളെയും ആക്രമിച്ചിരുന്നു. തെരുവുനായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. തെരുവുനായയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂർ മണ്ഡലം പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗം NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഹാർബർ തുടങ്ങിയ പ്രവൃത്തികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. കടപ്പുറം പഞ്ചായത്തിലെ സൈക്ലോൺ ഷെൽട്ടർ ഈ മാസം തുറന്നു നൽകുന്നതിനായി നടപടി സ്വീകരിക്കും. നാട്ടിക കുടിവെള്ള പദ്ധതിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാലിനി, വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സംരക്ഷണത്തിന് വേണ്ടി വാദമുന്നയിച്ച UDF MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. UDF നേതാക്കളായ TM നാസർ, ES സാബു, PK നൌഷാദ്, KP സുനിൽകുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വടക്കേക്കാട് തൃക്കണമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ജീവനക്കാരൻ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് ഭണ്ഡാരം പൊളിഞ്ഞു കിടക്കുന്നതായി കണ്ടത്. റോഡരികിലുള്ള ഭണ്ഡാരവും ക്ഷേത്രത്തിന്റെ മുന്നിലെ കവാടത്തിന് സമീപത്തെ ഭണ്ഡാരവും പടിഞ്ഞാറേ നടയിലെ ഭണ്ഡാരവുമാണ് മോഷ്ടാക്കൾ തകർത്തത്. 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ 3ാമത്തെ കവർച്ചയാണിത്. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് മോഷണം. ക്ഷേത്രനടയിൽ സ്ഥാപിച്ച 5 തട്ടുകളുള്ള ദീപസ്തംഭം, ശ്രീകോവിലിന്റെ മുൻപിൽ സ്ഥാപിച്ച മണികൾ, ശ്രീകോവിലിന്റെ പുറകിലുണ്ടായിരുന്ന തൂക്കുവിളക്ക്, ശാസ്താവിന്റെ ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച പ്രസാദ തട്ട്, കിണ്ടി എന്നിവയാണ് മോഷണം പോയത്. നട തുറക്കാനെത്തിയ ശാന്തി വിഷ്ണുവാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കഴിഞ്ഞ 1 വർഷമായി ചുറ്റമ്പല നിർമ്മാണം നടന്നുവരികയായിരുന്നു. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തെ വാതിൽ തള്ളി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. 75,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ക്ഷേത്രം അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏതാനും ദിവസം മുൻപ് തൃപ്രയാറിലെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ദീപസ്തംഭവും വിളക്കുകളും മോഷണം പോയിരുന്നു. തുള്ളൽ കലയിലെ ആദ്യത്തെ പെൺ സാന്നിധ്യമായ കലാമണ്ഡലം ദേവകിയുടെ കലാജീവിതത്തിന്റെ നേർസാക്ഷ്യവുമായി നെല്ലുവായി സൗപർണികയിൽ മ്യൂസിയം തുറന്നു. ദേവകിയുടെ 1ാം ഓർമ്മദിനത്തിൽ സ്വന്തം ഭവനത്തിൽ ഒരുക്കിയ മ്യൂസിയം കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ ആചാര്യയും നർത്തകിയുമായ ദേവകി ഉപയോഗിച്ചിരുന്ന കിരീടം, മറ്റ് വേഷവിധാനങ്ങൾ തുടങ്ങി കലാജീവിതത്തിൽ കൈവന്ന പുരസ്കാരങ്ങളും വിവിധ പരിപാടികളുടെ ചിത്രങ്ങളും മ്യൂസിയത്തിലുണ്ട്. ദേവകിയുടെ ഭർത്താവും കഥകളി
മദ്ദളം ആചാര്യനുമായ കലാമണ്ഡലം നാരായണൻ നായരാണ് ഭാര്യയുടെ സർഗാത്മക ജീവിതത്തിന്റെ പരിച്ഛേദം വരും തലമുറയ്ക്കായി സ്വന്തം ഭവനത്തിൽ ഒരുക്കിയത്. ചടങ്ങിൽ തിരുവില്ലാമല കെ നാരായണൻകുട്ടി അധ്യക്ഷനായി. സദനം കൃഷ്ണൻകുട്ടി, ചെർപ്പുളശ്ശേരി ശിവൻ, വി മുരളി, NP വിജയകൃഷ്ണൻ, കലാമണ്ഡലം ഹൈമാവതി, ഗോപിനാഥ പ്രഭ, ഡോക്ടർ ശ്രീകൃഷ്ണൻ, കലാമണ്ഡലം സംഗീത, പ്രസീത രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് സെന്ററിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീ പടർന്നത് നിമിഷനേരം കൊണ്ട് അണച്ച ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അൽഖയാം പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ MA സക്കീർ, വെസ്റ്റ് ബംഗാൾ സ്വദേശി SK ജാഹിർ അലി എന്നിവരെയാണ് ആദരിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഇരുവരെയും പൊന്നാട അണിയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിദ്യാമണി, സെക്രട്ടറി അഷ്റഫ്, ട്രഷറർ കബീർ, എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മുല്ലത്തറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ മുല്ലശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ ഷോബിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കാട്ടാക്കമ്പൽ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് ഉദ്ഘാടനം ചെയ്തു. ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കാട്ടാക്കമ്പൽ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സാവിത്രി വേലായുധൻ, ഉദയകുമാർ അരുവായി, മണ്ണുത്തി കൃഷി വിജ്ഞാൻ കേന്ദ്ര അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമ്പിളി ജോൺ എന്നിവർ സംസാരിച്ചു. 1 കോടിയോളം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ചെങ്കിലും വർഷങ്ങളായി ദ്രവിച്ച് ഉപയോഗശൂന്യമായ നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ആഘോഷത്തിനായി വിട്ടുനൽകാനുള്ള നീക്കം വിവാദമാകുന്നു. വിവാദ വിഷയത്തിൽ കോൺഗ്രസ് BJP നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗീതാ ഗോപി MLA ആയിരിക്കെയാണ് നാട്ടിക ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പാർക്ക് സ്ഥാപിച്ചത്. നിർമ്മാണം യാഥാർത്ഥ്യമായെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാർക്ക് നാശത്തിലേക്ക് കടന്നു. ഹൈമാസ്റ്റ് വിളക്കും സോളാർ വിളക്കുകളും തുരുമ്പെടുത്ത് നശിച്ചു. ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ, വാട്ടർ ടാങ്ക് സ്റ്റാൻഡ്, ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ളവയിലെ മുഴുവൻ ഉപകരണങ്ങളും ഉപ്പുകാറ്റേറ്റ് നശിച്ചു. കാടുപിടിച്ച പാർക്ക് പിന്നീട് തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി. ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് CC മുകുന്ദൻ MLA സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ചടങ്ങിനായി പാർക്ക് നൽകാൻ അനുമതി നൽകിയെന്നാണ് പ്രധാന ആരോപണം. വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട പാർക്കിന്റെ ശുചീകരണം ഇതിനകം ഈവന്റ് ഏജൻസി ഏറ്റെടുത്തു തുടങ്ങിയിരുന്നു. എന്നാൽ കോൺഗ്രസ് BJP പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകാതെ കൃത്യമായ രീതിയിൽ പാർക്ക് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് BJP കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം നാട്ടിക പഞ്ചായത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തി. TCV തൃപ്രയാർ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ആഘോഷത്തോടനുബന്ധിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. ദേവസ്വം ഓഫീസർ PB ബിജു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, MC ഐജു, ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് TK ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 23-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിൽ നടപ്പാക്കുന്ന ടൂറിസം പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് KK രാമചന്ദ്രൻ MLAയും ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചു. കുഞ്ഞാലിപ്പാറയുടെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ടൂറിസം വകുപ്പും മറ്റത്തൂർ പഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാൽനടപ്പാലം, ടിക്കറ്റ് കൗണ്ടർ, ബയോ ടോയ്ലറ്റുകൾ, കുന്നിന്റെ താഴെ ഭാഗത്ത് കുട്ടികൾക്കായി കളിസ്ഥലം, റെസ്റ്റോറന്റ്, കഫേ, പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ പദ്ധതിയിലൂടെ സജ്ജമാക്കാനുള്ള പ്രൊജക്ട് നേരത്തെ പഞ്ചായത്ത് തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. പാർപ്പിട മേഖലകൾക്ക് ചുറ്റും CCTV ക്യാമറകളും വേലികളും സ്ഥാപിക്കും. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ്, വാട്ടർ കണക്ഷനുകൾ, മാലിന്യ സംസ്കരണ സംവിധാനം എന്നീ സേവനങ്ങളും പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്യുന്നു. സാഹസിക വിനോദസഞ്ചാരത്തിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കാനും പദ്ധതിയുണ്ട്. കുന്നിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള ഉയർന്ന മലക്കയറ്റങ്ങൾ, റോപ്പ് വേ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്.
കുഞ്ഞാലിപ്പാറയുടെ പ്രാദേശിക ചരിത്രവും ഭൂമിശാസ്ത്ര വിവരങ്ങളും കാണിക്കുന്ന ടൂറിസ്റ്റ് ഇന്റർപ്രട്ടേഷൻ സെന്റർ ഇവിടെ സ്ഥാപിക്കും. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷിക്കുന്നതിനൊപ്പം കുഞ്ഞാലിപ്പാറയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി സഞ്ചാരികളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ MLAയും കളക്ടറും പങ്കെടുത്തു. എത്രയും വേഗം കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച KK രാമചന്ദ്രൻ MLA പറഞ്ഞു. പദ്ധതിക്കാവശ്യമായ എല്ലാ സഹായങ്ങളും റവന്യൂ വകുപ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന് കളക്ടർ VR കൃഷ്ണതേജയും അറിയിച്ചു. TCV കൊടകര. മറ്റത്തൂർ കുഞ്ഞാലിപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ മെറ്റൽ ക്രഷർ സ്ഥാപനം പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ ഖനനം ചെയ്തതായുള്ള പരാതിയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തി. അനധികൃതമായി ഖനനം ചെയ്തെടുത്ത പാറയുടെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായാണ് പരിശോധന നടത്തിയത്. ഇത് സംബന്ധിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി മൈനിംഗ് ജിയോളജി വകുപ്പിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, ജില്ലാ സർവേ സൂപ്രണ്ട് KG ജാൻസി, മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയയുടെ നേതൃത്വത്തിൽ ഡോക്ടർ R യൂസഫ് രചിച്ച മനുഷ്യാവകാശം, അംഗീകാരവും തിരസ്കാരവും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച നടത്തി. പ്രശസ്ത എഴുത്തുകാരൻ റഫീഖ് പട്ടേരി ഉദ്ഘാടനം ചെയ്തു. ഷക്കീർ മുല്ലക്കര മോഡറേറ്ററായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സത്താർ ആദൂർ, സലീം മുഹമ്മദ്, അബൂബക്കർ കല്ലുംപുറം, സുധീർ പെരുമ്പിലാവ് എന്നിവർ സംസാരിച്ചു. CPM നേതാവായിരുന്ന PV രാവുണ്ണിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മറ്റത്തൂർ ചെട്ടിച്ചാലിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CV രവി, DYFI മേഖലാ സെക്രട്ടറി KS ശ്രീജിത്ത്, ബ്രാഞ്ച് സെക്രട്ടറി PA രതീഷ് എന്നിവർ സംസാരിച്ചു. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് താന്യം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും സരയൂ തീരത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, VK സുശീലൻ, MP സജീവ്, EM ബഷീർ എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. മുരിങ്ങൂർ മുള്ളൻപാറ സ്വദേശി പൂഞ്ഞക്കാരൻ വീട്ടിൽ തങ്കച്ചൻ എന്ന ജോസഫ് തങ്കച്ചനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കൊലപാതകം, വധശ്രമ കേസുകൾ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ 9ഓളം കേസുകളിൽ പ്രതിയാണ്. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടു എന്നതിനെ തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് 6 മാസത്തേക്ക് പ്രതിയെ നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. മതിലകം പഞ്ചായത്ത് കൂർക്ക ഗ്രാമം പദ്ധതി പ്രകാരം നടത്തിയ കൂർക്ക കൃഷിക്ക് 100 മേനി വിളവ്. മതിലകം പഞ്ചായത്ത് 1-ാം വാർഡിലാണ് കൂർക്ക ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നാടൻ കൂർക്ക കൃഷി ചെയ്തത്. പഞ്ചായത്തിലെ 1-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ 45-ൽ പരം തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിയാണ് കൃഷി ചെയ്തത്. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ അജിത്ത്, കൃഷി അസിസ്റ്റന്റ് നന്ദകുമാർ, ജോയിന്റ് BDO അംബ്രോസ് എന്നിവർ പങ്കെടുത്തു. പൊന്നിയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനാചരണവും കർഷക സെമിനാറും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, വാർഡ് മെമ്പർമാരായ MV ഹൈദരാലി, ഷൈബ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിധേയത്തിൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ NS വിജയൻ, ES സാബു എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ CDSന്റെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വാർഡംഗം ആൻഡോ തുറയൻ പച്ചക്കറി തൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു. EDS പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീനത്ത് മുഹമ്മദ് അലി, CDS മെമ്പർ സുഭദ്ര രവി എന്നിവർ പങ്കെടുത്തു.
പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ഗ്വാഡലൂപ്പെ മാതാവിന്റെ 8ാം തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ടോണി റോസ് വാഴപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് മാതാവിന് സാരി സമർപ്പണവും ഉണ്ടായിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഥകളി ചെണ്ടയിൽ കലാമണ്ഡലം MA വിദ്യാർത്ഥികളായ പെൺകുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് അരങ്ങേറ്റം നടന്നത്. കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളും ചെണ്ട വിഭാഗത്തിലെ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെയും കലാമണ്ഡലം HOD ബാലസുന്ദരന്റെ കീഴിലാണ് വിദ്യാർത്ഥികൾ ചെണ്ട പരിശീലനം നടത്തിയത്. കൂടിയാട്ട വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മി, മോഹിനിയാട്ടം വിദ്യാർത്ഥിനി അനഘാദാസ്, തിമില വിദ്യാർത്ഥി വിവേക് എന്നിവരാണ് ചെണ്ടയിൽ അരങ്ങേറിയത്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് 5ാം വാർഡിൽ ലിംഗവിവേചനത്തിനെതിരെ പഞ്ചായത്ത് തല ക്യാമ്പയിന് തുടക്കമായി. പഞ്ചായത്ത് അംഗം ആന്റോ തുറയൻ CDS അംഗം സുഭദ്ര രവിക്ക് പോസ്റ്റർ നൽകി പ്രകാശനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ADS മെമ്പർ വിജയപ്രകാശൻ, അംഗൻവാടി അധ്യാപിക സതി രംഗൻ, ആശാ വർക്കർ സുശീല രാജൻ എന്നിവർ സംസാരിച്ചു. KSTA ജില്ലാ സമ്മേളനം 16, 17 തീയതികളിൽ കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ ചേരും. 16 രാവിലെ 10 SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് C. തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 17 രാവിലെ 10 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KEN കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് B. സജീവ, PN കരീം, CC ഷെറി, KR രജിലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കിപ്പണിത നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം ഞായറാഴ്ച നടക്കും. രാവിലെ 6:30 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൂദാശ കർമ്മം നിർവഹിക്കും. തുടർന്ന് തിരുനാൾ കൊടിയേറ്റവും ആർച്ച് ബിഷപ്പ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, കൈക്കാരൻ റോബി പാട്ടത്തിൽ, പീറ്റർ പാറയിൽ, ലോയിഡ് ആന്റണി എന്നിവർ പങ്കെടുത്തു. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലെ 153ാമത് സംയുക്ത തിരുനാളിന് മുന്നോടിയായി പന്തൽ കാൽനാട്ട് കർമ്മം വികാരി ഫാദർ ഡെവിസ് പനംകുളം നിർവഹിച്ചു. സഹവികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട്, ഫാദർ ജോസ് തെക്കേക്കര, തിരുനാൾ കമ്മിറ്റി കൺവീനർ മിറാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ സംസ്ഥാന പ്രഥമ ദേവിദാസ് പുരസ്കാരം കൊരഞ്ഞിയൂർ ശ്രീ ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് വേലായുധകുമാർ ഏറ്റുവാങ്ങി. ബ്രഹ്മശ്രീ മാനവേന്ദ്ര വർമ്മ യോഗാതിരി പുരസ്കാര വിതരണം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖര വെളിച്ചപ്പാട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ റിട്ടയർഡ് വനവകുപ്പ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി ബഹറുൽ ഇസ്ലാമിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന് നടക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. വകുപ്പ് തല റിപ്പോർട്ട് DMOക്ക് കൈമാറി. ആരോപണ വിധേയനായ നഴ്സിനെ ജോലിയിൽ നിന്നും മാറ്റി. ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുല്ലശ്ശേരി കനാൽ ബണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന് ആവശ്യമുയരുന്നു. 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കനാൽ ബണ്ട് റോഡിൽ നവീകരണം പൂർത്തിയാക്കിയാൽ കോൾ മേഖലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കർഷകർ. വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി. കിടപ്പ് രോഗിയായ യുവാവിന് അളകപ്പനഗർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി ആരോപണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.